ഇന്ന് ഫെബ്രുവരി 10 വേൾഡ് പൾസസ് ഡേ ആണ്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ SUT ഹോസ്പിറ്റൽ പട്ടം ഇതൊരു വേൾഡ് പൾസസ് ഡേയെ കുറിച്ചിട്ട് ഒരു അവയർനെസ് സെഷനാണ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഈ പൾസസിൻ്റെ ഗുണങ്ങൾ, ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സുകൾ, ഇതിൻ്റെ റെസിപ്പീസ്, ഇതിൻ്റെ ഒരു അവയർനെസ് സെഷനായിട്ട് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇന്ന് ഫെബ്രുവരി 10 വേൾഡ് പൾസസ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ 2026 വേൾഡ് പൾസസ് ഡേയുടെ തീം എന്ന് പറയുന്നത് പൾസസ് ഓഫ് ദ വേൾഡ് ഫ്രം മോഡസ്റ്റി ടു എക്സലൻസ് എന്നാണ്. ഈ നമ്മൾ 100 ഗ്രാം ഓഫ് പൾസസ് എടുക്കുകയാണെങ്കിൽ 320 to 350 കിലോ കാലറിയും അതുപോലെ തന്നെ 20 to 25 ഗ്രാം ഓഫ് പ്രോട്ടീനും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവ പ്രമേഹ സാധ്യത കുറയ്ക്കുകയും കൊളസ്ട്രോൾ ലെവൽ ബ്ലഡിലെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന T സെൽസിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുകയും ചെയ്യുന്നു. പൾസസിനെ സ്പ്രൗട്ടഡ് ഫോമിലേക്ക് മാറ്റുമ്പോഴത്തേനും അതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. പൾസസ് നമുക്ക് കറി മാത്രമല്ലാതെ സാലഡ് രൂപത്തിലും സൂപ്പായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. കടലക്കറി, പരിപ്പ് കറി, അങ്ങനെയെല്ലാം നമുക്ക് പൾസസ് ഉപയോഗിക്കാൻ പറ്റും. ഇത് പൊടിച്ച് ബജി ആയിട്ടും ലഡു ആയിട്ടും എല്ലാം നമുക്ക് പൾസസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പൾസസ് ഒരു സൂപ്പർ ഫുഡാണ്. എന്നാൽ സ്പെസിഫിക് മെഡിക്കൽ കണ്ടീഷൻസിൽ ആ പൾസസിൻ്റെ യൂസ് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് IBS ഉള്ളവർക്കും ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് യൂറിക് ആസിഡ് ഉള്ളവർക്ക് ലിമിറ്റ് ചെയ്തേക്കാണ് പൾസസ്. പൾസസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിനായി പൾസസ് കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന മോഡിഫൈഡ് ഡിഫറെൻറ്റ് ഡിഷസിൻ്റെ ഒരു ഡിസ്പ്ലേ തന്നെ, റെസിപ്പി തന്നെ ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് രാജ്മ കട്ട്ലറ്റ്. നമ്മൾ യൂഷ്വലായിട്ട് രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് നമ്മൾ കൂടുതൽ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്വിസീൻസിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു വേ ആണ് രാജ്മ കട്ട്ലറ്റ്. നമ്മൾ യൂഷ്വലായിട്ട് ബാക്കി എല്ലാ പൾസസും ചെയ്യുന്ന പോലെ തന്നെ രാജ്മ ആദ്യം ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഓണിയൻ, ഗ്രീൻ ചില്ലി, പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആ ഒരു ടേസ്റ്റ് വരാനായിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഹെൽത്തിയർ വേർഷനാണ് നോക്കുന്നതെങ്കിൽ ഓട്സ് പൗഡർ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് രാജ്മ കട്ട്ലറ്റ്. ഇത് ഗ്രീൻ പീസ് വെജിറ്റബിൾ സൂപ്പാണ്. ഇത് മെയിനായിട്ട് ഗ്രീൻ പീസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 7 ഗ്രാം ഓഫ് പ്രോട്ടീനാണ് ഗ്രീൻ പീസിലുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഗ്രീൻ പീസ് സോക്ക് ചെയ്യുക, പ്രഷർ കുക്ക് ചെയ്യുക, എന്നിട്ട് ഒരു ഓയിലിലേക്ക് നമ്മൾ വെജിറ്റബിൾസ്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഇതെല്ലാം കൂടെ പേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ സോട്ട് ചെയ്യുക. അതിനുശേഷം ഗ്രീൻ പീസ് കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറിൽ ആഡ് ചെയ്യുക. അതുപോലെ അണ്ടിൽ കുക്ക് ചെയ്യുന്നിടം വരെ നമ്മളത് വെക്കുക. ഇത് നമ്മുടെ സെർവ് ചെയ്യുക. ഇത് ചിക്പി റൊട്ടിയാണ്. അതായത് നമ്മുടെ യൂഷ്വൽ ദോശ മാവ് തന്നെ അതിനകത്ത് കുറച്ചും കൂടി നമുക്ക് ന്യൂട്രീഷണലി എൻഹാൻസ്മെൻറ്റ് വരുത്തണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തഡാണ് ചിക്പി റൊട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ദോശമാവ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് അത് സോക്ക് ചെയ്തിടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കപ്പ് ചന പീയും കൂടെ നമ്മളൊന്ന് സോക്ക് ചെയ്തിടുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിക്പിയുടെ ബെനിഫിറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. പിന്നെ ലേറ്റർ ഓൺ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഓണിയൻസോ അല്ലെങ്കിൽ നമ്മുടെ ഗാർണിഷസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എൻഹാൻസ്മെൻറ്റും, അതായത് ന്യൂട്രീഷണലി നമുക്കൊന്നും കൂടെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് നമുക്ക് ഈ ഒരു റൊട്ടി ആക്കാൻ പറ്റും. സോയാബീൻ ചാറ്റ്. അപ്പോൾ ഈ സോയാബീൻ ചാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സോയാബീൻ ഓവർനൈറ്റ് ഒരു 8 to 10 hours സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ച സോയാബീനെ നമ്മൾ പ്രഷർ കുക്കർ ഒരു 3 to 4 വിസിൽ നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ബോയിൽ ചെയ്ത സോയാബീനെ നമ്മൾ വെജിറ്റബിൾസ്, അതായത് ഓണിയൻ, ടൊമാറ്റോ, കുക്കുംബർ, ഗ്രീൻ ചില്ലി, കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഫുള്ളി മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ടേസ്റ്റിനായിട്ട് ആഡ് ചെയ്യുന്നത് സാൾട്ട്, പെപ്പർ, അതുപോലെ തന്നെ ചാറ്റ് മസാല, കുമിൻ പൗഡറൊക്കെയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫ്രഷ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഗ്രീൻ ഗ്രാം റാപ്പാണ്. ഗ്രാമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെറുപയറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അത് ഈ ദോശ പോലത്തെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഒരു 8 to 10 hours ഇത് സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് മുളപ്പിച്ചെടുത്താലും നല്ലതാണ്. എന്നിട്ട് അതിനെ ഒരു ഇഞ്ചിയും പിന്നെ അതുപോലെ ഒരു സോൾട്ടും കൂടി ഇട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് വാട്ടറും കൂടെ വെച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ സാധാ ദോശമാവ് ഉണ്ടാക്കില്ല, അപ്പോൾ അതേപോലെ ഒരു തവയിൽ നമ്മളെന്താ ദോശ ബാറ്റർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ, ക്യാരറ്റ്, സാലഡ്, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ജസ്റ്റ് സോട്ട് ചെയ്യുക. പെപ്പറും സോൾട്ട് യൂസ് സോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് റാപ്പ് പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡയബറ്റീസിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ മാനേജ്മെന്റിനും ഒക്കെ നല്ലതാണ്. ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഹൈലി നല്ല റെസിപ്പി തന്നെയാണ്. ഇത്രയും ലോ കോസ്റ്റ് ആയിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സും ഉള്ള പൾസസ് എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഡെയിലി ഉപയോഗിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപകരിക്കാൻ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.